എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ എപ്പിസോഡ് 24 ഓക്കെ. അപ്പോൾ ഈ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷിയോയാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു. അവന്റെ കയ്യിലിപ്പോൾ ഒരു ബ്ലാക്ക് കളർ പോയിസൺ അത് കാണാം. അതിന്റെ പേരാണ് ഫയർ പോയിസൺ. ഈ പോയിസൺ മുഴുവനായിട്ടും ഇല്ലാതാകില്ല, കാരണം അത് പ്യുവർ എനർജിയാണ്. അതിനെ ഇല്ലാതാക്കാൻ സാധാരണ രീതി കഴിയില്ല. എന്നാൽ ഹെവൻലി ഫ്ലെയിം വെച്ച് അതിനെ ഒതുക്കാൻ കഴിയും. ഇതവൻ്റെ ഡൗക്കി അത് ഇൻക്രീസും ചെയ്യും, അതുപോലെ തന്നെ എബിലിറ്റി സ്ട്രോങ് ആക്കും. എനിക്ക് ഇത് കിട്ടിയത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് എന്ന രീതിയിൽ ഷിയോയൻ. അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഹൈബോട്ടങ്ങ് വരുന്നത്. കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞു. ഫയർ പോയിസൺ ഹെവൻലി ഫ്ലെയിമായിട്ട് ചേരില്ല, മിക്കവാറും ഇത് മ്യൂട്ടേറ്റഡ് ആയത് അതാകാം. ഇത്ര സ്ട്രോങ് എന്നിനെ കരുതിയില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഹൈബോട്ടങ്ങിന് നേരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് നല്ല സ്കിപ്പായി മാറുവാണ്. ഇത് ഡേഞ്ചർ വേണ്ട എന്ന രീതിയിൽ ഹൈബോട്ടങ്. എന്നാൽ അവ അടിക്കാനായിട്ട് വരുന്നതും ആ ഐസ് ഷീൽഡ് അത് വെച്ച് തടഞ്ഞു. എന്നാൽ പോയിസൺ ഫ്ലെയിം അത് ബ്രേക്ക് കളയുവാണ്. അതുകൊണ്ട് ഹൈബോട്ടങ് ആണെങ്കിൽ ഒരു ഷോക്ക്, കാരണം ഡൗക്കോ അങ്ങ് ലെവലുള്ള ആളാണ്. അതും ഐസ് എംബറർ. അവൻ സോറി പറഞ്ഞിട്ട് ഇത് കൺട്രോൾ വിട്ടു പോകാതെ നോക്കണമെന്ന് ഹൈബോട്ടം പറയുന്നുണ്ട്. അതിനുശേഷം അവനോട് ഇവിടെ ഒരു ആൽക്കമിസ്റ്റുകാർക്ക് മെഡിക്കൽ ഇൻഗ്രീഡിയൻസ് അത് വാങ്ങാൻ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് നിനക്ക് ആവശ്യം ഉള്ളത് പോയിട്ട് വാങ്ങാനായിട്ട് പറഞ്ഞു വിട്ട്. അവനങ്ങനെ പോകുമ്പോഴാണ് ലിൻഫൈ വരുന്നത്. അവളുടെ ഈഗോ ഫ്രണ്ടും സെക്കൻഡ് ടയർ ആൽക്കമിസ്റ്റായി എന്ന് പറഞ്ഞ് പോവുകയാണ്. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഷിയോയെ നൈസായിട്ട് പോകാൻ നോക്കുന്നു. എന്നാൽ വിടാതെ പിറകെ ഇതൊരു ശല്യമായില്ലോ എന്ന രീതിയിൽ ഷിയോയൻ അവരോരോ കാര്യങ്ങൾ പറഞ്ഞ് പോവുകയാണ്. അവനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് കണ്ണു വെട്ടിച്ച് പോകാൻ നോക്കുന്നു. എന്നാൽ അവൾ പിറകെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കാര്യം പറയല്. അങ്ങനെ നിൽക്കുകയാണ്. ഒരു സാധനം വാങ്ങി, എന്നാൽ അയാൾ അത് കണ്ട് കച്ചവടം പോലും ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു. അയാൾ വന്നിട്ട് ഇത് നല്ലതാണ്, ഒരു ആൽക്കമിസ്റ്റിന് വളരെ ഉപകാരമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രൈസ് അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. 4th ടയർ പില്ലുമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ലിൻഫി വഴക്കുണ്ടാക്കി, ഇത് 3rd ടയർ പില്ലിന് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും അവളുടെ വഴക്കിലൊരു കാര്യം ഉണ്ടായി. ഷിയോയൻ അത് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഇതേ സമയത്ത് മറ്റൊരു സൈഡിൽ ഷൗമി, ഇവളുടെ പേര് ഷൗമി എന്നായിരുന്നു, എന്തോ ഒരു സാധനം കണ്ടിട്ട് അത് വാങ്ങാനായിട്ട് വന്നു. ട്രേഡിംഗ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാമല്ലോ. എന്തൊരു ഗ്രന്ഥം അത് കൊടുത്തു. എന്നിട്ട് അത് വാങ്ങിച്ച് പോകുന്ന നേരമാണ് ആ കച്ചവടക്കാരൻ ഒരു ഫ്രോഡാണ്. അത് നോക്കിയിട്ട് അതെല്ലാം മനപ്പാടം പഠിച്ചു വെച്ചിട്ട് ഇത് യൂസ് ഇല്ലല്ലോ, അതുപോലെ ഇത് തെളിഞ്ഞിട്ടില്ല, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അതങ്ങ് വാങ്ങിച്ച്. എന്നാൽ അവൾക്ക് മനസ്സിലായി അത് പറ്റിക്കുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ അവള് സമ്മതിച്ചില്ല. അവിടെ ഉള്ളവരാണെങ്കിൽ കൊള്ളാം, ഒരാള് ഈ ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് തന്നെ സാധനം വാങ്ങിച്ച് അവൾ പെട്ടെന്നാ തോന്നുന്നത് എന്ന രീതിയിൽ സംസാരമാണ്. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അയാൾ വിരട്ടാനായിട്ട് തുടങ്ങി. അതെല്ലാം കേട്ടുകൊണ്ടാണ് ലിൻഫൈ അതുപോലെ ഷിയോയനും വരുന്നത്. ഷൗമി അവള് പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇപ്പം ടീച്ചറിനെ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞു പോയി. ഷിയോയൻ പോയി എന്ന മനസ്സ് സമ്മതിച്ചില്ല. അവളെ അടിക്കാനായിട്ട് വന്നതും അതിൽ കയറി ഇടപെട്ടു. അയാളാണ് തെറ്റ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അയാള് കുറെ ഡയലോഗ് പറഞ്ഞു തുടങ്ങി. നിന്നെ ഇങ്ങനെയാണ് നിന്റെ മാസ്റ്റർ പഠിപ്പിച്ചു വെച്ചേക്കുന്നേ. അത് കേട്ട് ദേഷ്യം വന്നു അയാൾ. പിന്നെ ഒരുപാട് ഡയലോഗ് മാസ്റ്ററിനെ പറ്റി മോശമായിട്ട് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കേ എന്ന് പറഞ്ഞൊരു പവർ അയാൾ അടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഒരു ആക്സ് എടുത്ത് നേരെ വരുന്നു. നല്ലൊരു അറ്റാക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫയർ പോയിസൺ അത് വിരലാണല്ലോ, അത് ഉപയോഗിച്ച് ആക്സ് കട്ട് ചെയ്തു. എന്നിട്ട് അടുത്ത് വന്ന് നിൽക്കുന്നു. അയാളാണെങ്കിൽ കയ്യും കല്ലും പറിച്ചുകൊണ്ട് ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്യില്ല, എന്നൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് കരയുന്നു. ലിൻഫൈ ആണെങ്കിൽ മറ്റേ ഔട്ടോനെ വിളിച്ചോണ്ട് വരുവാണ്. എന്നാൽ തളർന്നുപോയി. എങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് ഓടിയെത്തുന്നത്. അവളെടുത്ത ആ സാധനം അതെടുക്കാനായിട്ട് വരുമ്പോഴാണ് അടുത്തൊരു ജീഡ് അതിലെന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തുപോലെ. അവന് മനസ്സിലായില്ലെങ്കിൽ അതെടുത്തിട്ട് മറ്റേത് അവൾക്ക് കൊടുത്തു. പ്രശ്നമായി എന്ന് വിചാരിച്ച് ലിൻഫൈ വരുമ്പോൾ അതെല്ലാം ക്ലോസ് ആയതുപോലെ, സോൾവ് ആയതുപോലെ. അങ്ങനെ ഷിയോയൻ പോകുന്നെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഐട്ടോനെ കാണുന്നത്. പിന്നെ ചായ കുടി. അവൻ കുടിക്കാനായിട്ട് പോകുമ്പോൾ ഓരോന്ന് പറഞ്ഞ് തടയുവാണ്. കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ട് ഫൂലാൻകി വരുന്നേ. അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. 4th ടയർ സ്ക്രോള് അത് കൊടുത്ത് വാങ്ങാൻ വന്നതിന് ഷിയോയനാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നു ആൽക്കമിസ്റ്റിന് ഉപകാരമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സമ്മതിപ്പിച്ചു. അത് കേട്ട് ലിൻഫി ആണെങ്കിൽ എന്താ നിനക്ക് അവളെ ഇഷ്ടമാണെന്നാണോ, നീ എന്താ പറയുന്നേ എന്ന് ഷൗമി. അവരെ രണ്ടുപേരെയും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഷിയോയനിൻ്റെ കൊണ്ട് സംസാരിക്കുകയാണ്. അവനോട് പറയുന്നത് ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷൻ അതിന് ചേരാനാണ്. എന്നാൽ അവ ഇല്ലെന്ന് തന്നെ പറഞ്ഞു. അവരെന്തൊക്കെയോ പറഞ്ഞു നോക്കി, സ്ട്രോങ് ആക്കാം, ഫേമസ് ആക്കാം. എന്നാൽ അവൻ ഒന്നും തന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഇത് ജയിച്ച ഒരു എൽഡർ ആകാൻ കഴിയും, നമുക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഷിയോയാനാണെങ്കിൽ സോൾ പവർ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പ്രൈസ് അങ്ങനെയാണ് എന്ന രീതിയിൽ ഔട്ടോ. അപ്പോഴേക്കും അവിടെ എന്തൊക്കെയോ മാറ്റം വരാനായിട്ട് തുടങ്ങി. എല്ലാവരും സ്റ്റക്കായി നോക്കുമ്പോൾ ക്യൂൻ മെഡുസ ഫ്രണ്ടില്. അവനോട് ആ പറഞ്ഞ പ്രൈസ് സ്പിരിറ്റ് സ്മെൽറ്റിംഗ് പിൽസ് അതെനിക്ക് വേണം, എന്ന് നിന്നെ കൊല്ലില്ല. അവനാണെങ്കിൽ ക്യൂൻ മെഡുസയെ കണ്ട് ഷോക്കായി നിൽക്കണം. എങ്കിലും ഞാൻ അത് ചേച്ചി വാങ്ങിച്ചു തരും
ഹ്യൂമൻ മെഡിസെ ഓക്കെ എന്ന് പറഞ്ഞു പോയി. സംഭവം ഇതെല്ലാം നടന്നത് അവൻ്റെ മനസ്സിലാണ്. അവരോട് ഞാൻ തയ്യാറാണ്, അവർക്ക് ഇതിലൂടെ ബെനിഫിറ്റ് ഉണ്ട്, അവരുടെ സ്ഥാനം ഫേമസ് ആകും. എന്നാൽ അവൻ്റെ ഐഡന്റിറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പേര് മാറ്റാനാണെന്ന് പറയുമ്പോൾ ലിൻഫി ആണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോരെ. ഷൗമി എന്ന് പറയുമ്പോൾ അവളെ കളിയാക്കുന്നു. അവർ സമ്മതിച്ച് ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷന് കയറണമെങ്കിൽ അതിനു മുമ്പ് ഒരു എക്സ്റ്റേണൽ ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ ജയിക്കണം, ടോപ്പ് 10 കയറണം. 3 ദിവസം കഴിഞ്ഞാണ് എന്ന് പറയുമ്പോൾ ഓക്കെ അത് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു പോയി. സിയോയൻ അതിൽ ചേർന്നു എന്ന് മനസ്സിലായപ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പി. ഇവരെന്താ കാണിക്കുന്നത് എന്ന രീതിയിൽ 2 പെമ്പിളേറി. അതിനുശേഷം ലിങ് എന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടതാണെന്ന് തോന്നുന്നു. അവനെ കണ്ട അടുത്ത പെമ്പിളേരൊക്കെ മയങ്ങിപ്പോയി. അങ്ങോട്ട് എൻട്രാനി വരുന്നു. സംഭവം അവളോട് അവന് ഒൺസൈഡായിട്ട് ഇഷ്ടമാണ്. അവളോട് മാസ്റ്റർ പോയി, എന്നാൽ ഹെവൻലി ഫ്ലെയിം കിട്ടിയില്ല. അതിന് എൻട്രാൻ എന്ന ഒരു പുതിയ ഹെവൻലി ഫ്ലെയിമുള്ള ആൾക്കമിസ്റ്റിനെ കിട്ടി, അത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നത് പറഞ്ഞു. അത് കേട്ടോ ഓഹോ അവനെ കാണാനായിട്ട് തീരുമാനിച്ച് ചോദിക്കുമ്പോൾ എന്നാൽ അവന്റെ സ്വഭാവം അല്പം വീടായെന്ന പോലെ എന്ന് എൻട്രാൻ. സിയോയാനും നളഞ്ചിയെ ആ പോയിസൺ അത് മാറ്റുവാണ്, അല്ല അത് എടുക്കുവാണ്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇന്നത്തേക്ക് ഇത് മതി, ഇനി ഒരു പ്രാവശ്യം കൂടെ ചെയ്താൽ ഇത് പൂർണ്ണമായിട്ടും എടുക്കാൻ കഴിയും, അല്ല ഇല്ലാതാക്കാൻ കഴിയും. അവൻ ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷനിൽ അത് ജോയിന്റ് ആയതുകൊണ്ട് ഇനി അവന് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് അങ്ങോട്ട് കുറെ ഹെർബൽസ് അത് കൊണ്ടുവന്ന് ഇത് ഉപകാരപ്പെടുമെന്നായതുകൊണ്ട് ഇനി അവനും അത് യൂസ്ഫുൾ ആയതുകൊണ്ട് ഇനി ഇത് എടുത്തു. വെളിയിൽ അവനെ കാത്ത് 2 പേര് നിൽക്കുകയാണല്ലോ. അവർ വന്ന് പരിചയപ്പെട്ട് ഷേക്കാൻ്റെ കൊടുത്തു. എന്നാൽ 2 പേരെ നോർമലായിട്ടല്ല പഠിക്കുന്നത്. നളഞ്ചി അവൻ ഗൂഹിയുടെ ഡിസ്പ്ലേ ആണ്, അവൻ ഇതാണ് ഗൂഹിയുടെ ഡിസ്പ്ലേ എന്ന രീതി. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവൻ്റെ മാസ്റ്റർ ആരാണെന്ന് ചോദിക്കുന്നത്. എന്നാൽ സിയോയനെ അതിന് എൻ്റെ മാസ്റ്റർ ഒരു ചെറിയ അത്ര ഫേമസ് അല്ലാത്ത ഒരാളാണ്. എൻട്രാ പിന്നു എന്താ പറയാൻ വരുന്നു, ശരി എന്നാ ഞാൻ പോകുന്നു. പിന്നു അവോട് ലിങ് അവനെ കുറിച്ച് ചോദിക്കുമ്പോൾ സിയോയനെ പറ്റി അവള് വാദമില്ലാതെ പറയുവാണ്. സംഭവം അവൾക്ക് എന്താ ഇറുക്ക്. ലിങ് അവളോട് ഒരുപാട് നാളായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്നേ പറഞ്ഞതാണ്, എല്ലാം സെറ്റിലെ റൂൾസ് ഉണ്ട്, അതറിയാലോ, നമ്മൾ ഫ്രണ്ടായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ, ഇല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആകും. അവൻ എന്ന് പറഞ്ഞു പോകുമ്പോൾ അവനാണെങ്കിൽ കോമ്പറ്റീഷനിൽ കാണിച്ചു തരാം എന്ന് സിയോയനിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അത് സിയോയനല്ലല്ലോ, യാൻ ഷാവനോട്. പിന്നെ ഫയർ പോയിസ് ഉപയോഗിച്ച് കൾട്ടിവേഷൻ കുറച്ചുകൂടി ആയാൽ 7 സ്റ്റാർ ഗ്രാൻഡ് സോർലാൻഡ് അല്ല ഗ്രാൻഡ് മാസ്റ്റർ ആകും. സോർലാൻഡ് കിടക്കേറി വരുന്നത് ഇപ്പോൾ 4th സ്റ്റേജ് ആണ് എന്നത് ഓർക്കണം. എന്താണ് ഗ്രാൻഡ് മാസ്റ്റർ 6th സ്റ്റാർ. ഓക്കെ എന്നാൽ പെട്ടെന്നാണ് അവൻ വിചാരിക്കാതെ ഒന്നും നടക്കുന്നത്. ആ ഫയർ പോയിസൺ അതവനെ ബാധിക്കാനായിട്ട് തുടങ്ങി. അവൻ ഇലൂഷനൊക്കെ കാണുന്ന മാസ്റ്റർ അവനാണെങ്കിൽ ഇത് റിയൽ അല്ല എന്ന് വിചാരിച്ച് എന്തൊക്കെ കാണിച്ചു കൂട്ടി. എൻട്രാനുമായിട്ട് പിന്നെ ഫൈറ്റ്, അവർ വേറെ സ്ഥലത്ത് നിന്ന് പിന്നെ ഫൈറ്റ് എടുക്കുന്നു. അങ്ങനെ നിൽക്കുകയാണ്. ഇത് എൻട്രാനല്ല, ഇത് യുൻഷിയായിട്ട് മാറി, അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ പിന്നെ ഒറ്റക്കിന് വരുന്നത് വാരിപ്പറക്കി കാട്ടി. അത് അവന്റെ മാസ്റ്ററേയും അതുപോലെ അച്ഛനെയൊക്കെ അടിച്ചിടുന്നത് പോലെയാണ്. പിന്നെ അവരെ കെട്ടുതൂക്കി കൊല്ലുന്നത് കണ്ട് അതൊക്കെ കണ്ട് അവൻ ഞെട്ടി കണ്ണു ഉറങ്ങുന്നു. അപ്പൊ ഫ്രണ്ടിലായിട്ട് ഹൈബോട്ടുന്നു. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൻ നടന്നത് പറയുവാണ്. ആ പോയിസൺ അത് അവനെ ബാധിക്കാനായിട്ട് തുടങ്ങിയെന്ന് ഹൈബോട്ട് അങ്ങനെ മനസ്സിലായി. ഹെവൻലി ഫ്ലെയിം ഉള്ളത് കൊണ്ട് തന്നെ അത് മാറ്റാനായിട്ടും കഴിയും പെട്ടെന്ന് തന്നെ. 3 ദിവസം കഴിഞ്ഞ് ഷിയോയൻ പോകുമ്പോഴാണ് അവിടെ ഗാർഡ്സ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണുന്നത്. അങ്ങോട്ട് വണ്ടിയിൽ ഒരാൾ വരുന്നു. അതാരാണെന്ന് നോക്കിയാൽ ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവൾ ആരാണെന്നാൽ ജിയാമ മെമ്പറിലെ പ്രിൻസസ് ആണ്. യുണറ ആ പ്രിൻസസ് എന്ന് പറയാം. അത് കഴിഞ്ഞ് മാച്ച് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ എക്സ്റ്റേണൽ ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷൻ അതിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങോട്ട് വരുമ്പോൾ ലിങ്ങും പ്രിൻസസും സിയോയനെ കണ്ട് പരിചയപ്പെടാനായിട്ട് വരുന്നു. ലിങ് അവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പ്രിൻസസും അവനോട് ഹെവൻലി ഫ്ലെയിം കാണിക്കാനായിട്ട് പറയുന്നു. എന്നാൽ ടോട്ടലി റിജക്ട് ചെയ്തു. അത് കേട്ട് അവൾക്കും ദേഷ്യം വന്ന് ഇനി പൊക്കമില്ലാത്തതുകൊണ്ടാണോ എന്ന് പറഞ്ഞ് നോക്കുകയാണ്. ഇവള് 3rd ടയർ ആൽക്കമിസ്റ്റ് ആണ്. ഫാമ എന്ന ഒരാളുടെ ഡിസിപ്പിൾ ആണ്. ഈ ഫാമ ആരാണെന്ന് ആരാണ്. പ്രിൻസസ് വളരെ സ്ട്രോങ് ആണ്. എന്നാൽ ഈ അൻഷാബോന്റെ ഹെവൻലി ഫ്ലെയിം ഉണ്ട്. അവൻ പോകാൻ നിൽക്കുമ്പോൾ അവള് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുവാണ്. അവന്റെ ഹെവൻലി ഫ്ലെയിം കാണിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട്, കാരണം അവൾ ആഗ്രഹിച്ചത് എന്ത് നടന്നിട്ടുണ്ട്. ഒരു പ്രിൻസസ് ആണല്ലോ, ആദ്യമായിട്ടാണ് ഒരുത്ത റിജക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് അറ്റാക്ക്. എന്നാൽ സിയോയൻ അതെല്ലാം മാറിയിട്ട് ബീസ്റ്റ് ഫ്ലെയിം വെച്ചൊക്കെ അറ്റാക്ക് ചെയ്യുന്നു, അല്ല അത് തടയുന്നു. ഈ ആവുറ അത് ഹെവൻലി ഫ്ലെയിം അല്ല എന്നത് ലിങ്ങിന് മനസ്സിലായി. അവസാനം അവളുടെ അറ്റാക്ക് ഒന്നും ഏറ്റില്ല, അത് ഫുള്ളായിട്ട് ബ്രേക്കാക്കി. അപ്പോൾ അവൾ ഒരുപാട് പവേഴ്സ് ചേർത്ത് ഒരു ഗോളം പോലെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു പവർ വന്നത് ബ്ലോക്കാക്കി, അല്ലാതെ ബ്രേക്കാക്കി എന്തൊക്കെയോ പറയുവാണ്. അത് ഫാമ എന്ന് പറഞ്ഞ ആളായിരുന്നു. കൂടെ ഗൂഹിയുണ്ട്. ഫാമയുടെ തലയിൽ എന്തൊരു വലിയ സാധനമുണ്ട്, എന്താ ഫർണൈസ് തലയിരിച്ച് വെച്ചേക്കുന്നു, നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ എന്ന് പ്രിൻസസിനോട് ലിങ് വന്നിട്ട് ഇതാണ് യാൻഷാവോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. അവനോട് നീയാണല്ലേ ആ ഫയർ പോയിസൺ മാറ്റുന്നത്, എനിക്ക് കുറച്ച് നാൾ മുമ്പ് ഹെവൻലി ഫ്ലെയിം അതിനുവേണ്ടി പോയി എന്നാൽ കിട്ടിയില്ല, ആ ഫ്ലെയിം കാണിക്കാമെന്ന് ചോദിക്കുമ്പോൾ സിയോയനതിന് എൻ്റെ മാസ്റ്റർ ഇത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മാത്രമേ ഉപയോഗിക്കാവൂ, അത് കാണിക്കാനും പാടുള്ളൂ എന്ന രീതിയിൽ പറയുവാണ് എന്ന് ഗോഹിനോട് ടോട്ടലി റിജക്റ്റ്.
എന്നാൽ നിന്റെ മാസ്റ്ററിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ നിൽക്കുകയാണ്. എന്നാൽ സിയോയൻ മാസ്റ്റർ അങ്ങനെ ഔട്ടേഴ്സിനെ ഒന്നും കാണാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോഴേക്ക് ഔട്ട് വന്നിട്ട് അവരുടെ സ്ഥലത്ത് നിന്ന് വന്നതാണ്. ഓരോരുത്തരും ഓരോ ആൽക്കമിസ്റ്റ് അക്കാഡമിയ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, ഇപ്പോൾ ഔട്ടും ഫുലാൻകയും പോലെ അവിടെ നിന്ന് വരുന്നതാണ്. അതിനുശേഷം അവരുടെ ആ മത്സരം തുടങ്ങാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാണ്. 1 മണിക്കൂറാണ് സമയം. അതിനു മുൻപ് നിങ്ങൾ ഏത് ടയർ സ്പില്ലുണ്ടാക്കിയാലും അതിൻ്റെ ക്വാളിറ്റി മാത്രമായിരിക്കും നോക്കുക എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും അകത്തേക്ക് വിട്ട് സിയോയനും പോകുന്നു. അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യം ഒരു പ്രൊജക്ഷൻ പോലെ അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത്. അവരകത്ത് കയറി അവർക്കുള്ള ഇന്റേണൽ എക്സാം അത് വളരെ ടഫാണെന്ന് അവിടുത്തെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒറിജിനൽ മാച്ച് എങ്ങനെയാകും എന്നാണ് ആലോചിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കേണ്ടത് ഒരേ പിൽസ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി അതനുസരിച്ചാണ് പോയിന്റ്. അവരെല്ലാവരും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ലിങ്ങാണെങ്കിൽ അതുപോലെ പ്രിൻസസ് ആണെങ്കിലും അവരും ഓരോന്നും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. സിയോയനാണെങ്കിൽ പർപ്പിൾ ഫ്ലെയിം ഇത് മതി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞത് ഉണ്ടാക്കാനായിട്ടും തുടങ്ങി. എന്നങ്ങനെ നിൽക്കുകയാണ്. അവന് പിന്നെ ഫയർ പോയിസൺ അത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതവനെ കൺട്രോളിലാക്കാനും ഇലൂഷൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ അവനത് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും കഴിയുന്നില്ല. പുറത്തുള്ളവർക്കാണെങ്കിൽ അവൻ്റെ അവസ്ഥ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും അവ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ സമയത്ത് മറ്റുള്ളവർ ഉണ്ടാക്കി തീരാറുമായി. സിയോയൻ എപ്പോഴും ഇലൂഷനായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഹൈബോട്ടോങ് ടാങ്ഷാനും ചായോടി സിയോയൻ ആൽക്കമിസ്റ്റിൻ്റെ ആ ഇന്റേണൽ കോമ്പറ്റീഷൻ പോയേക്കല്ലേ എന്താക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നേ. അവരോരോരുത്തരായിട്ട് പുറത്തേക്ക് വരാനും തുടങ്ങി. എന്നാൽ സിയോയൻ ഇതുവരെയായിട്ടും ഉണ്ടാക്കി തുടങ്ങിയില്ല. അവരാണെങ്കിൽ സിയോയൻ ഹെവൻലി ഫ്ലെയിം ഉണ്ട്, അവനെയാകും ഫസ്റ്റ് വരിക എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ അവൻ ഇതുവരെയായിട്ടും വന്നില്ല. ടൈമും തീരാറായി. ഔട്ട് ഓൺ ടെൻഷനായി. ഒരുവിധം അവനത് കൺട്രോളിലാക്കി. അവന് ഹെവൻലി ഫ്ലെയിം യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ അത് യൂസ് ചെയ്താൽ ഒറ്റ സെക്കൻഡിൽ ആ പോയിസൺ അതെല്ലാം ഇല്ലാതെയുമാകും. എന്നാൽ ഗൂഹ്യ അത് മനസ്സിലാക്കും എന്നതുകൊണ്ട് തന്നെ അവനത് യൂസ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ബീസ്റ്റ് ഫ്ലെയിം അത് കൂടുതൽ ഫോഴ്സിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് വെച്ച് തന്നെ പയ്യെ ആ ഫയർ പോയിസൺ അത് കുറയ്ക്കാനും നോക്കുന്നുണ്ട്. പിന്നെ ടൈമും കുറച്ചേ ഉള്ളൂ. ഔട്ട് ആണെങ്കിൽ ഇവ വരില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൻ ഒരുവിധം ആ ഫയർ പോയിസൺ അത് കൺട്രോൾ വിട്ടു പോയപ്പോൾ തന്നെ സിയോയൻ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാനായിട്ടും തുടങ്ങി. എന്നാൽ പുറത്താണെങ്കിൽ അവൻ വരില്ല എന്ന് മനസ്സിലായതോടെ അവരെങ്കിൽ സമയം തീരാറായി, ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം എന്ന് പറയുമ്പോഴാണ് സിയോയൻ അതും കംപ്ലീറ്റ് ആക്കി പുറത്ത് വരുന്നത്. അതും ഒരു മാസമായിട്ട്. അപ്പോഴാണ് ഔട്ടോന് ഇത്തിരി ആശ്വാസമായത്. അവരെല്ലാവരും കണ്ട് ഷോക്ക്. ശരി, നിങ്ങളുടെ പിൽസിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അതിനായിട്ട് സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. അവിടെ ഞാൻ പോകാം എന്ന് പറഞ്ഞ് ഒരുത്തം ചെല്ലുന്നു. അവന് കിട്ടിയത് 3-4 പോയിന്റാണ്. ഇതേ സമയത്ത് ഹൈബോട്ട് അങ്ങ് തിരിച്ചു പോകുമ്പോൾ അവിടെയുള്ള ഒരു ചിത്രശലഭം അതെടുത്തിട്ട് എന്തോന്ന് ആലോചിക്കണം. പാസ്റ്റിൽ നടന്ന എന്തോന്നാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ പെട്ടെന്നാണ് ആരോ ഫോളോ ചെയ്യുന്നു എന്നത് മനസ്സിലായി അവിടെ നിന്ന് പോകുന്നേ. അവൻ ചെയ്തത് പോയി അടുത്തതിന് ശേഷം പോകുന്നത് ലിങ്ങാണ്. അവൻ ചെന്നിട്ട് അവൻ്റേത് അതിനുള്ളിൽ വെച്ചു. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. അതും കറങ്ങി വന്ന് അവസാനം അവന് കിട്ടിയ പോയിന്റ് 10ൽ 7 അതുകൊണ്ട് എല്ലാവരും 7 എന്നൊക്കെ പറഞ്ഞ് ആവേശം. കാരണം അത് അത്യാവശ്യം വലിയൊരു നമ്പർ തന്നെയാണ്. ഗോഹിന്റെ ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞ് വിസ്പറിങ് സൗണ്ട് കേൾക്കാം. അത് കഴിഞ്ഞ് പോകുന്നത് പ്രിൻസസ് ആണ്. ഈ സമയത്തെല്ലാം സിയോയനാണെങ്കിൽ ഫയർ പോയിസൺ അത് പിന്നെ കൺട്രോളിലാകാൻ വേണ്ടി തുടങ്ങി. എന്നാൽ ഇങ്ങനെയൊക്കെ അത് കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. പ്രിൻസസ് പോയിട്ട് കിട്ടിയത് 5 പോയിന്റ്സ്. അതിനുശേഷം സിയോയാനെ വിളിക്കുന്നു. പെട്ടെന്ന് അവൻ അത് എങ്ങനെയോ മാറ്റി വന്ന് നിൽക്കുന്നു. എന്നിട്ട് അത് അതിനുള്ളിലേക്ക് വെച്ച് അതിൻ്റെ വാലി കൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അത് വന്നെത്തിയത് 10ൽ 9. ഈ ലെവലിൽ ആരും തന്നെ എത്തിയിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് അതിനുണ്ടായിരുന്നത്. ഫാം ഉൾപ്പെടെ എല്ലാവരും ഷോക്കായി പോയി. സെക്കൻഡ് ടയർ ആൽക്കമിസ്റ്റ് അതും 4th പ്രിൻസസും അല്ല, ലിങ് ആണെങ്കിൽ 4th സ്റ്റേജും പ്രിൻസസ് 3rd സ്റ്റേജും ആയിട്ടുണ്ടെങ്കിൽ പോലും അവരെക്കാൾ മറികടന്ന് സിയോയൻ ഫസ്റ്റ് അടിച്ച്. ഔട്ടേക്കാണെങ്കിൽ അത്രയ്ക്ക് അഭിമാനം. എന്നാൽ ലിങ്ങിനാണെങ്കിൽ ഈഗോ അല്ലെങ്കിൽ ജലസായി. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പം എന്താ നടന്നേ എന്ന രീതിയിൽ. അത് കഴിഞ്ഞ് അവരോട് നിങ്ങൾ ടോപ്പ് 10 ഉണ്ട്, ഇനി വരുന്ന ആ കോമ്പറ്റീഷനിൽ ആണ് നിങ്ങൾ ജയിക്കേണ്ടത്. ഒരാൾ മാത്രമാണ് വിജയെങ്കിലും നമ്മുടെ ജിയ മെമ്പറിലാകണം വിജയ് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞ് വിടുന്നു. സിയോയൻ ഔട്ടോനോട് ഇനി ഞാൻ അന്ന് വരാം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഗോഹി വന്ന് ഓൾ ദ ബെസ്റ്റ് കൊടുക്കണം. അടുത്ത റൗണ്ട് ഞാൻ കാണില്ല, നിനക്ക് പറ്റുന്നതും ജയിക്കാനായിട്ട് നോക്കണം എന്ന് പറയുമ്പോൾ ഫാമിയും അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ പറയുവാണ്. ഇതിലെ മാസ്റ്റർ ഗ്രേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആ പ്രിൻസസ് സിയോയനോടുള്ള ആ ഒരു മെൻറ്റാലിറ്റി മാറി. ഇപ്പോൾ എന്തോ അവനെൻ്റെ ഇംപ്രസ് ആയെന്ന് പറയാം. അവൻ ഓക്കെ എന്ന് പറഞ്ഞ് പോയി. റൂമിൽ ചെന്ന് ആദ്യം തന്നെ ചെയ്യുന്നത് ആ പോയിസൺ അത് പഴയ അവസ്ഥയിലേക്ക് മാറ്റുന്നതാണ്. ആ സ്റ്റോണിനുള്ളിലേക്ക് പോയതുപോലെ അതിനായിട്ട് ഹെവൻലി ഫ്ലെയിം യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് കൺട്രോളിന് നോക്കി. ഇത്ര ഉള്ളായിരുന്നു. അപ്പോഴാണ് ഹൈബോട്ടോങ് വന്ന് അവൻ ജയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് വെറീഡാണ്. കാരണം
അവപ്പോൾ വീക്കായ പോലെയാണ് കാണുന്നത്. അതിനുശേഷം നളഞ്ചിയുടെ പോയിസൺ അത് മാറ്റാനായിട്ട് ഷിയോയാൻ പോകുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്, അല്ലെങ്കിൽ അവസാനമായിട്ടാണ് ചെയ്യേണ്ടത്. ഇതോടെ പൂർണ്ണമായിട്ട് മാറ്റാം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഹൈബോട്ടിങ്ങിന് എന്തോ ഒരു ഫീല് തോന്നിയത്. അതുകൊണ്ട് തന്നെ നീ ഒറ്റയ്ക്ക് വെക്കും, ഞാൻ ഒരാളുമായിട്ട് മീറ്റുണ്ട് എന്ന് പറഞ്ഞ് അവനോട് ഭായി പറഞ്ഞ് വേറൊരു വഴി കൂടെ പോയി. അവൻ ഓക്കെ എന്ന് പറഞ്ഞ് നളൻ ഫാമിലിയിലേക്ക് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.